ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ച് പരിധി നിശ്ചയിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് ഓരോ ആവശ്യം വരുമ്പോഴല്ല പ്രാർത്ഥിക്കേണ്ടത്, സ്ഥിരമായി നമ്മളിൽ വസിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. ധൂർത്തപുത്രന്റെ ഉപമയിൽ ആ ഇളയ മകൻ തൻ്റെ പിതാവിനോട് ചെന്ന് സ്വത്ത് ചോദിച്ചു. അത് വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവൻ സ്വത്ത് ചോദിച്ചത് ന്യായമായ ഒരു അവകാശമായി തന്നെയാണ്. പിതാവ് അത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ എല്ലാം നശിപ്പിച്ചതിന് ശേഷം അവൻ തിരിച്ചു വരുമ്പോൾ പിതാവിൻ്റെ മനോഭാവം നമ്മൾ കാണണം. ആ മകൻ തൻ്റെ സ്വത്ത് അവകാശമായി വാങ്ങിച്ചു പോയതാണല്ലോ എന്നല്ല ചിന്തിക്കുന്നത്. പക്ഷേ ആ മകൻ എപ്പോഴും എൻ്റെ മകനാണ്. അവന് പ്രത്യേകിച്ച് അങ്ങനെ സ്വത്ത് വാങ്ങിച്ചു പോയാലും ഇല്ലെങ്കിലും അവൻ എപ്പോഴും എൻ്റെ മകനാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളൊരു പരിധി നിശ്ചയിക്കുകയാണ്. പരിധി വേണ്ട. ദൈവം എപ്പോഴും നമ്മുടെ പിതാവാണ്. എന്തെല്ലാം നമ്മൾ ചെയ്താലും നമ്മുടെ പിതാവ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒരു മാനസാന്തരമാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഒന്നും ചോദിക്കേണ്ട, എല്ലാം കർത്താവ് തരും. ഹല്ലേലൂയ.